ജമാഅത്തെ ഇസ്ലാമി എന്ന് പറയുന്നത് നിങ്ങൾക്ക് അത്ര വലിയൊരു ചർച്ച ചെയ്യാൻ മാത്രമുള്ളൊരു സാധനം അല്ല. കേരള മുസ്ലിങ്ങളിൽ 1% വരാത്ത ഒരു ഓർഗനൈസേഷനാണ് ജമാഅത്തെ ഇസ്ലാമി. അവർ ഫത്വ ചോദിക്കുന്നത് സമസ്തയോടാണ്. കാരണം ഓരോ നാട്ടിലുള്ള ഈ അവസ്ഥയെ അറിയുന്നവർക്കേ ഫത്വ കൊടുക്കാൻ കഴിയുള്ളൂ. വേറെ ഏതെങ്കിലും നാട്ടിലിരുന്നു കൊണ്ട് ഈ നാട്ടിലത്തെ ഒരു വിഷയത്തിന് ഫത്വ കൊടുക്കണമെങ്കിൽ ഫത്വ എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ ഇൻഡിവിജ്വലാണ്. ഒരു വ്യക്തിക്ക് കൊടുക്കുന്ന ഫത്വയും മറ്റൊരാൾ കൊടുക്കുന്ന ഫത്വയും വ്യത്യാസം ഉണ്ടാകും. പിന്നെ ഇവിടെ ഒരു പൊതു ആശയമായി എടുക്കേണ്ടത് സമസ്ത പറയുന്നതാണ്. അല്ലെങ്കിൽ അതുപോലെ മുജാഹിദോ ജമാഅത്ത് അവരുടെ സംഘടന പറഞ്ഞാൽ നമുക്ക് അവരുടെ ഒരു പൊതു ആശയമായിട്ട് എടുക്കാം. നമ്മൾ ഇപ്പോൾ ഈ മുസ്ലിം സമുദായത്തിൻ്റെ ഒരു റെപ്രസെൻറ്റേറ്റീവ് ആയിട്ടാണ് ലീഗിനെ പൊതുവെ കണ്ടുവരുന്നത്. അത് അങ്ങനെ തന്നെയാണോ? അങ്ങനെയല്ല, അതൊരു ധാരണ മാത്രമാണ്. മുസ്ലിം ലീഗ് ഒരു രാഷ്ട്രീയ പാർട്ടിയാണ്. അതിൽ ഭൂരിഭാഗവും മുസ്ലിങ്ങളാണ്. മുസ്ലിങ്ങളെല്ലാം മുസ്ലിം ലീഗുകാരല്ല. മുസ്ലിങ്ങൾ മുസ്ലിം ലീഗിലുണ്ട്, കോൺഗ്രസ്സിലുണ്ട്, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലുണ്ട്, ഈവൻ BJPയിലടക്കം മുസ്ലിങ്ങളുണ്ട്. ഇപ്പോൾ മുസ്ലിം ലീഗിന്റെ ചിഹ്നമായ കോണിക്ക് വോട്ട് ചെയ്തില്ലെങ്കിൽ സ്വർഗത്തിൽ പോയില്ല എന്നൊക്കെ ഉള്ളൊരു പ്രഭാഷകന്മാരുടെ ഓരോ ആശയങ്ങളാണ്. അതൊന്നും ഒരു ഔദ്യോഗിക വാക്കുകളായിട്ട് എടുക്കാൻ പറ്റില്ല. ആ ഒരു ചിന്താഗതിയിൽ നിന്നൊക്കെ ഒരുപാട് മുന്നോട്ട് പോയിട്ടുണ്ടോ മുസ്ലിം സമുദായം? ലീഗിന് വോട്ട് ചെയ്തില്ലെങ്കിൽ സ്വർഗത്തിൽ പോയില്ല എന്നൊക്കെ ഉള്ളത് ആ ചിന്തയിൽ നിന്നൊക്കെ ഒരുപാട് മുന്നോട്ട് പോയിട്ടില്ല. നേരത്തെ ഇല്ല. അത് ഏതോ ഒരു പ്രഭാഷകൻ പറഞ്ഞൊരു കാര്യം മാത്രമാണ്. അതാരും അംഗീകരിക്കാൻ പോകുന്നത്. പിന്നെ ഇവിടെ ഒരു പൊതു ആശയമായി എടുക്കേണ്ടത് സമസ്ത പറയുന്നതാണ്. അല്ലെങ്കിൽ അതുപോലെ മുജാഹിദോ ജമാഅത്ത് അവരുടെ സംഘടന പറഞ്ഞാൽ നമുക്ക് അവരുടെ ഒരു പൊതു ആശയമായിട്ട് എടുക്കാൻ പറ്റും. ഒറ്റപ്പെട്ട പ്രഭാഷകന്മാർ പ്രത്യേകിച്ചും ഈ ഐഡൻറ്റിറ്റി ഇല്ലാത്ത, തിരിച്ചറിയാൻ കഴിയാത്തൊരവസ്ഥ പൊതുസമൂഹത്തിന് നന്നായി അനുഭവിക്കുന്നുണ്ട്. കാരണം ഒരു തലപ്പാവുധാരിയായ ഒരാൾ, ഇപ്പം ഞാൻ എന്തെങ്കിലും ഒന്ന് പറഞ്ഞാൽ അത് മൊത്തം മുസ്ലിം സമുദായം ഏറ്റെടുക്കേണ്ട ഒരു സ്ഥിതിയുണ്ട്. ഞാൻ ഒരു സംഘടനയുടെ ഔദ്യോഗിക ആൾ എന്ന നിലക്ക് ഞാൻ പറയുന്നതിനൊരു ഉത്തരവാദിത്വം ഉണ്ട്. അതൊരു സത്യമാണ്. അതേസമയത്ത് ആര് പറഞ്ഞാലും, ഏത് മുസ്ലിയാരെന്ന് പോലും ഞാൻ പറയുന്നില്ല, കാരണം ഈ ഒരു വേഷം ധരിച്ച ആർക്കും എന്തും പറയാം. അതൊക്കെ മുസ്ലിം പറഞ്ഞതാണ് അല്ലെങ്കിൽ ഇസ്ലാമിൻ്റെ ആശയമാണ് എന്ന് മനസ്സിലാക്കപ്പെടുന്ന ഒരു രീതിയുണ്ട്. അത് തിരുത്തപ്പെടണം. അതിന് എന്താ ചെയ്യാൻ പറ്റുക? ഒന്നും ചെയ്യാൻ പറ്റില്ല. ഈ സോഷ്യൽ മീഡിയ കാലത്ത് ഇതുപോലെ ഒരുപാട് തലപ്പാവ് ധരിച്ച ഒരുപാട് പേര് പലതും പറയുന്നത് നമ്മൾ കേൾക്കുന്നുണ്ട്. തലപ്പാവ് ധരിച്ചവർ പറയുന്നതോ കുരിശ് ധരിച്ചവർ പറയുന്നതോ പൊട്ടുതൊട്ടവർ പറയുന്നതോ ഒന്നും ഏതെങ്കിലും ഒരു മതത്തിൻ്റെയോ ആശയത്തിൻ്റെയോ അവരുടെ ഒരു റെപ്രസെൻറ്റേഷനായിട്ട് എടുക്കാൻ പറ്റില്ല. അങ്ങനെ എടുക്കുന്നത് വലിയ ബുദ്ധിമുട്ട്. പുതിയ അല്ലെങ്കിൽ പരമ്പരാഗത ഇസ്ലാമിൽ നിന്ന് വരുന്ന ആക്രമണങ്ങളെ ചെറുക്കുക എന്നുള്ളതാണ്. അതെ. പുതിയ പ്രസ്ഥാനങ്ങൾ, മുജാഹിദുകൾ, പിന്നീട് വന്ന ജമാഅത്തെ ഇസ്ലാമി. അപ്പോൾ ഈ പറയാറുള്ളൊരു കാര്യം, ഒരു ആശങ്ക എന്ന് പറയുന്നത് സുന്നി സമൂഹത്തെ അവരിങ്ങോട്ട് സ്വാധീനിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ വഹാബി സ്വാധീനം അല്ലെങ്കിൽ ജമാഅത്തിൻ്റെ സ്വാധീനം. അപ്പോൾ നമ്മുടെ പരമ്പരാഗത ഇസ്ലാമിൻ്റെ സ്രോതസ്സുകളെ അല്ലെങ്കിൽ അതിൻ്റെ രീതികളെ ഒക്കെ മാറ്റുന്നതിൽ ഈ എത്രത്തോളം ഈ വഹാബിസത്തിന് കേരളത്തിൽ സാധിച്ചു? 1% സാധിച്ചിട്ടില്ല. പരമ്പരാഗത ഇസ്ലാം എന്ന് പറഞ്ഞാൽ യഥാർത്ഥ ഇസ്ലാം, സുന്നത്ത് ജമാഅത്ത് എന്ന പേരിൽ ലോകത്ത് അറിയപ്പെടുന്നത്, അതിൽ കേരളത്തെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ 1% പോലും സ്വാധീനം ചെലുത്താൻ വിദഴി കക്ഷികൾക്ക് സാധിച്ചിട്ടില്ല. അപ്പോൾ ഈ പറയാറുള്ള ഈ പർദ്ദ, ഡ്രസ്സിൽ ഉണ്ടാകുന്ന സ്വാധീനം, വിശ്വാസത്തിൽ ചില സമയങ്ങളിൽ മറ്റ് മതവിശ്വാസികളുടെ ആഘോഷങ്ങളിൽ പങ്കെടുക്കരുത്, ക്രിസ്മസ് പങ്കെടുക്കരുത്, ഓണത്തിൽ പങ്കെടുക്കരുത്, ഇത് ഈ പറയപ്പെടുന്ന ഇത് ഒരു വഹാബി സ്വാധീനത്തിൽ സുന്നി സമൂഹവും പെട്ടുപോയിട്ടുണ്ടോ? ഈ ഇപ്പോൾ പർദ്ദ അല്ലെങ്കിൽ പാൻസ് എന്നൊക്കെ പറയുന്നത് നമ്മുടെ നാട്ടിൽ സ്വാഭാവികമായ പരിഷ്കരണത്തിൻ്റെ ഭാഗമായി, ഫാഷനിൽ വരുന്ന ചേഞ്ചിൻ്റെ ഭാഗമായിട്ട് വരുന്നതാണ്. ഇപ്പോൾ നമ്മളാരും ഈ ജീൻസും പാൻസും ഒന്നും മുമ്പ് ധരിക്കാറില്ലല്ലോ. അപ്പോൾ അതിലേക്ക് വന്നു. അത് ഫാഷനിൽ സ്വാഭാവികമായ പരിഷ്കരണത്തിൻ്റെ ഭാഗമായിട്ട് വരുന്നത്. ഇസ്ലാമിലുള്ളത് ഹിജാബാണ്. ഹിജാബ് എന്ന് പറഞ്ഞാൽ മറക്കുക എന്നുള്ളതാണ്. അപ്പോൾ അത് ഓരോ നാട്ടിലും, തമിഴ്നാട്ടിലൊരു തരം ഹിജാബുണ്ട്, കേരളത്തിൽ വേറെയുണ്ട്. കേരളത്തിൽ ഗൾഫ് സ്വാധീനം കൊണ്ട് ഗൾഫിൻ്റെ രീതിയിലുള്ള ഫാഷനുകളാണ് ഇവിടെ വരുന്നത്. നോർത്ത് ഇന്ത്യയിൽ മറ്റൊരു തരത്തിലുള്ള ഹിജാബുണ്ട്. ഹിജാബ് എന്ന് പറഞ്ഞാൽ മറക്കുക എന്നുള്ളതാണ്. അന്തർജനം എന്നാണ് മലയാളത്തിൽ പറയാം. ആ ഒരു സിസ്റ്റം അല്ലാതെ
ഫർദ വഹാബി ആശയമല്ല. നിഖാബും നിഖാബും ഇസ്ലാമിക ആശയമാണ്. ആശയമാണ്. യെസ്, മുഖം മറയ്ക്കുന്ന. അതെ. മുസ്ലിം പെണ്ണ് അന്യപുരുഷൻ്റെ മുന്നിൽ ശരീരം മുഴുവനും മറക്കണം എന്നാണ്. മുഖമടക്കം. മുഖം മറക്കണം, മുൻകൈ മറക്കണം എന്നുള്ളതിൽ ഇസ്ലാമിക കർമ്മശാസ്ത്രത്തിൽ വ്യത്യസ്ത അഭിപ്രായങ്ങളുണ്ട്. അപ്പോൾ ഈ ഫിഖ്ഹിനെ ഫോളോ ചെയ്യുന്നവരാണ് മുസ്ലിങ്ങൾ. ഫിഖ് എന്ന് പറഞ്ഞാൽ കർമ്മശാസ്ത്ര നിയമങ്ങൾ. അത് വിവിധ അയിമ്മത്തുകൾ, മീൻസ് ദ ലീഡേഴ്സ് ഓഫ് ഇസ്ലാം, വിവിധ രൂപത്തിൽ അതിനെ വ്യാഖ്യാനിച്ചിട്ടുണ്ട്. അപ്പോൾ മുഖവും മുൻകൈയും മറക്കണം എന്ന് പറഞ്ഞവരുണ്ട്, മറക്കണ്ട എന്ന് പറഞ്ഞവരുണ്ട്. നമ്മളിപ്പോൾ ഒരു 90-കൾ അല്ലെങ്കിൽ 60-കൾ 70-കളിലൊന്നും നമ്മൾ മുഖം മറച്ച മുസ്ലിം സ്ത്രീകളെ ഇപ്പം അന്ന് നമ്മുടെ സിനിമകളിലാണ് നമ്മൾ പൊതുവെ കാണുന്നത്. നമ്മൾ ഒരിക്കലും കണ്ടിട്ടില്ല നമ്മുടെ ചുറ്റിനും. പക്ഷെ ഇന്ന് മുഖം മറച്ച, മുഖം എന്ന് പറഞ്ഞ ഒരു മനുഷ്യന്റെ ഐഡന്റിറ്റി ആണല്ലോ. ആ സ്വന്തം ഐഡന്റിറ്റിയെ മറച്ച ഒരുപാട് സ്ത്രീകളെ നമ്മിന്ന് ചുറ്റും കാണുന്നുണ്ട്. ഞാൻ ജനിച്ച കാലം മുതൽ ഞാൻ കാണുന്നുണ്ട് മുഖം മറച്ചവരെ. മലബാറിലാണല്ലോ നമ്മളുടെ ജീവിതം. പക്ഷേ പറഞ്ഞ പോലെ അന്ന് ഈ ഒരു നിഖാബ് എന്ന് പറയുന്നത് അതൊരു ഫാഷനാണ്. ഇറ്റ്സ് എ ഫാഷൻ ഡിസൈനിങ്. അന്ന് വലിയ തട്ട ഉപയോഗിക്കും, മുഖം ഇങ്ങനെ മറച്ചു വയ്ക്കും, കുട ചൂടും, അങ്ങാടിയുടെ പുറത്തുകൂടെ നടക്കും. അങ്ങനെയാണ് അന്നത്തെ രീതി. ഇന്ന് അത് മാറി. കുറച്ചുകൂടെ സൗകര്യത്തിന് ഇങ്ങനെ പിടിക്കേണ്ട കാര്യമില്ല, ഇങ്ങനെ വെച്ചാൽ തന്നെ മറവ് വരും എന്നത് ആ ഒരു ഫാഷൻ വന്നപ്പോൾ കുറച്ചുകൂടി എളുപ്പമായി എന്നുള്ളത് മാത്രമാണ്. ഈ അദ്ദേഹത്തിന്റെ ഈ മുജാഹിദുകളെ പോലെ തന്നെയാണ് ജമാഅത്തെ ഇസ്ലാമി. അതുപോലെ ഈ പുരുഷന്മാരുടെ വസ്ത്രത്തിൽ ഇപ്പം നീളക്കുപ്പായം വല്ലാതെ വ്യാപകമായിട്ടുണ്ട് നാട്ടിൽ. ഇവ ഞാൻ പറയാറുണ്ട്, ഓട്ടോ ഡ്രൈവറും ഫോട്ടോഗ്രാഫറും ഒക്കെ നീളക്കുപ്പായം ഇട്ടിട്ട് നടക്കുന്ന ഒരു രീതിയുണ്ട്. പഴയ കാലത്ത് അത് പണ്ഡിതന്മാരുടെ മാത്രം ഒരു വേഷമായിരുന്നു. അതൊക്കെ ഒരു സോഷ്യൽ, ഒരു സ്വാഭാവിക ചേഞ്ചിൻ്റെ ഭാഗം എന്നല്ലാതെ മതത്തിൻ്റെ പ്രത്യേകമായ എന്തെങ്കിലും ഒരു പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ടുണ്ടാകുന്നതായിട്ട് അതിനെ കാണാൻ പറ്റില്ല. അതത്ര നിഷ്കളങ്കമായിട്ടുള്ള സംഭവമാണ്. ഇപ്പം ഉദാഹരണത്തിന് ഇപ്പോൾ കേരളത്തിൽ മുസ്ലിം സമുദായത്തിനുള്ളിൽ ജനാധിപത്യം, മതേതരത്വം, ഇതൊക്കെ അത് സ്വാഭാവികമായിട്ടുള്ളതാണ്. അപ്പോൾ ഈ ഇവിടുന്ന് ചില ആളുകൾ ജനാധിപത്യം വേണോ എന്ന് ഇവിടുന്ന് സൗദി അറേബ്യയിലെ പണ്ഡിതന്മാരുടെ ഫത്വ വയ്ക്കുന്ന ഘട്ടം വരെ എത്തിയിട്ടുണ്ട്. അപ്പോൾ അത് ഒരു സ്വാധീനം ഉണ്ടല്ലോ, അതിൻ്റെ ഒരു സ്വാധീനം. കേരളത്തിലെ സുന്നി സമൂഹത്തിൽ അവർ ഫത്വ ചോദിക്കുന്നത് സമസ്തയോടാണ്. കാരണം ഓരോ നാട്ടിലുള്ള ഈ അവസ്ഥയെ അറിയുന്നവർക്കേ ഫത്വ കൊടുക്കാൻ കഴിയുള്ളൂ. വേറെ ഏതെങ്കിലും നാട്ടിൽ നിന്നുകൊണ്ട് ഈ നാട്ടിലത്തെ ഒരു വിഷയത്തിന് ഫത്വ കൊടുക്കണമെങ്കിൽ, ഫത്വ എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ ഇൻഡിവിജ്വലാണ്. ഒരു വ്യക്തിക്ക് കൊടുക്കുന്ന ഫത്വയും മറ്റൊരാൾ കൊടുക്കുന്ന ഫത്വയും വ്യത്യാസം ഉണ്ടാകും. അപ്പോൾ ആ വ്യക്തിയുടെ അവസ്ഥയും അറിയണം, നാടിൻ്റെ അവസ്ഥ അറിയണം. പിന്നെ പഴയ കാലത്ത് ഷെയ്ഖ് സൈനുദ്ദീൻ മഖ്ദൂം അന്നത്തെ മക്കയിലെ പ്രമുഖ പണ്ഡിതനായ ഇബ്നു ഹജർ ഹൈത്തമിയോട് ഫത്വ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടുത്തെ സാഹചര്യങ്ങൾ പൂർണ്ണമായും വിശദീകരിച്ച് എന്നിട്ട് ചോദിക്കും. അപ്പോഴാണ് അതിന് മറുപടി കിട്ടുക. അപ്പോൾ ഈ ഗൾഫിലെ സലഫി പണ്ഡിതന്മാരെ അതേപോലെ പിന്തുടരുന്നവർ കേരളത്തിലുണ്ട്, ചെറിയ ശതമാനത്തോളം ഉണ്ടല്ലോ. കേരളത്തിലുണ്ടല്ലോ സലഫികളെ കുറച്ച്. അവരവിടെ നിന്നാണ് ചോദിക്കുക, അല്ല അത് സുന്നികളെ സ്വാധീനിക്കുന്നില്ല. ഞാൻ പറഞ്ഞ സുന്നികളെ ഒട്ടും ഇത് സ്വാധീനിക്കുന്നില്ല എന്നുള്ളത്. ഇപ്പോൾ ഇന്നലെ പിന്നെ ഇത് ഈ ഭരണകൂടവുമായിട്ടുള്ള മുസ്ലിങ്ങളുടെ ഒരു ഇടപെടൽ, ഒരു ഇപ്പോൾ താങ്കൾ അല്ലെങ്കിൽ കാന്തപുര ഉസ്താദൊക്കെ അമിത്ഷായെ പോയി കാണുന്നു, നരേന്ദ്രമോദിയെ കാണുന്നു, പിണറായിയെ കാണുന്നു, ഉമ്മൻചാണ്ടിയെ കാണുന്നു. അല്ല, ആ രണ്ടും തമ്മിൽ വ്യത്യാസമുണ്ട്. കാരണം ഇത് അമിത്ഷായും നരേന്ദ്രമോദിയും ഇന്ത്യൻ മുസ്ലിങ്ങളുടെ ശത്രുക്കൾ എന്ന രീതിയിലാണ് പ്രൊജക്റ്റ് ചെയ്യപ്പെടുന്നത്. നമ്മൾ ആരെയും ശത്രുക്കളായി കാണുന്നില്ല. അല്ല, അങ്ങനെ ആർക്കെങ്കിലും ഉണ്ടെങ്കിലും ഞങ്ങളെല്ലാവരെയും ശത്രുക്കളായി കാണാതിരിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഒരു പോളിസി. അപ്പോൾ ഈ ഭരണാധികാരികളോടുള്ള സമീപനം എങ്ങനെയായിരിക്കും? ഭരണാധികാരികളോട് എന്നും നല്ല സമീപനമാണ് ഇസ്ലാമിക ഒരു രീതിയിൽ കാത്തു സൂക്ഷിച്ചു പോരുന്നത്. ഇപ്പോൾ കേരളത്തിൽ പിണറായി ഭരിക്കുന്ന കേരളത്തിലെ മെട്രോ ഉദ്ഘാടനം ചെയ്യാൻ പ്രധാനമന്ത്രിയല്ലേ വരിക. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും BJPയും തമ്മിൽ എങ്ങനെയാണ് ബന്ധം? അത് ഔദ്യോഗികതയും മറ്റും തമ്മിൽ വ്യത്യാസമുണ്ട്. ഭരണാധികാരി ആയാൽ എല്ലാവരുടെയും ഭരണാധികാരിയല്ലേ. അപ്പം ഞാൻ ഈ പ്രധാനമന്ത്രി അംഗീകരിക്കുന്നില്ല എന്നൊരാൾക്ക് പറയാൻ പറ്റുമോ? BJP മുസ്ലിം സമുദായത്തെ ഒറ്റപ്പെടുത്തുന്നു എന്നും പല രീതിയിലും പീഡിപ്പിക്കുന്നു എന്നുള്ളൊരു നാരറ്റീവ് ഉണ്ട്. അത് ശരിയാണോ? അല്ല, രാഷ്ട്രീയത്തിൽ പല ഭരണകൂടവും പല കാലത്തും പല സമുദായത്തെയും
ഒറ്റപ്പെടുത്തുന്നു എന്നുള്ള തോന്നലുകളൊക്കെ ഉണ്ടാവാറുണ്ട്. അത് നമ്മൾ അങ്ങനെയല്ല, അതാത് കാലത്ത് എന്ത് സംഭവിക്കുന്നു എന്നുള്ളത് നോക്കുക. അതിലേത് ഭരണകൂടത്തിൽ നിന്ന് അത്തരത്തിലുള്ള നിലപാടുകളുണ്ടായാലും അതിനെ സമസ്ത എന്നും എതിർത്ത് പോന്നിട്ടുണ്ട്. ഇപ്പോൾ ഭിന്നിപ്പിക്കൽ രാഷ്ട്രീയത്തോട് അല്ലെങ്കിൽ മതത്തിൻ്റെയോ ഭക്ഷണത്തിൻ്റെയോ വസ്ത്രത്തിൻ്റെയോ സംസ്കാരത്തിൻ്റെയോ പേരിൽ അങ്ങനെ ഒരു വിഭാഗത്തെ പരിഗണിക്കുക, മറ്റൊരു വിഭാഗത്തെ പരിഗണിക്കാതിരിക്കുക, അങ്ങനെയുള്ള ഒരു ആശയത്തോട് ഞങ്ങൾക്ക് ഒരു കാലത്തും യോജിപ്പില്ല. അതിനെയൊക്കെ ഞങ്ങൾ എതിർക്കുകയും ചെയ്യാറുണ്ട്. എന്ന് വെച്ചിട്ട് ഭരണകൂടങ്ങളുമായി യാതൊരു നിലക്കുള്ള ബന്ധവും പാടില്ല എന്നുള്ളൊരാശയം ഞങ്ങൾക്കില്ല. ജമാഅത്ത് ഇസ്ലാമി പോലുള്ള സംഘടനകളുടെ നിലപാട് ഇതിന് ഘടകവിരുദ്ധമാണ്. ജമാഅത്തെ ഇസ്ലാമി എന്ന് പറയുന്നത് നിങ്ങൾക്ക് അത്ര വലിയൊരു ചർച്ച ചെയ്യാൻ മാത്രമുള്ളൊരു സാധനം അല്ല. കേരള മുസ്ലിങ്ങളിൽ 1% വരാത്ത ഒരു ഓർഗനൈസേഷനാണ് ജമാഅത്തെ ഇസ്ലാമി. അതിനെങ്ങനെ 40 പ്രാവശ്യം പറയേണ്ട ഒരു കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷേ അത് അവർ നമ്പറിൽ വളരെ കുറവാണെങ്കിലും അവരാണ് ഇന്നത്തെ കേരളത്തിന്റെ ഒരു മുസ്ലിം സമുദായത്തിന്റെ ശബ്ദമായിട്ട് പുറമെ നിന്ന് നോക്കുന്നവർക്ക് അങ്ങനെ തോന്നുന്നത്. പല പൊതുബോധവും പൊതുവായ പല ചിന്തകളുണ്ട്. അതാണ് മാറ്റേണ്ടത്. അപ്പം അതിന് സ്റ്റഡി നടക്കണം, പഠിക്കണം. പ്രശാന്ത് ആ വിഷയത്തെ ആഴത്ത് പഠിച്ച ആളാണെന്ന് എനിക്കറിയാം. ജമാഅത്ത് ഇസ്ലാമിക്ക് അപ്പം മുസ്ലിം സമുദായത്തിൽ യാതൊരു റെലവൻസും ഇല്ലാന്ന് തന്നെയാണോ? അവരുടെ സംഘടനയിലുണ്ട്.